ഹലോ, അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് സ്റ്റെൻസിൽ ആർട്ടാണ്, അതുപോലെ കുറച്ച് പെൻസിൽ ആർട്ട് വർക്ക്സ് ആണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ രണ്ടെണ്ണം ഞാൻ ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുള്ള സ്റ്റെൻസിൽ ആർട്ടാണ്. അപ്പോൾ അതിന് മുന്നേ ഞാൻ വരച്ച കുറച്ചെണ്ണം കാണിച്ചു തരാം. ഇത് ഒക്കെ ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നത്, ഇതൊക്കെ ആരൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നത് കൊറോണ സമയത്തായിരുന്നു കേട്ടോ. കൊറോണ ആ ഒരു പീരീഡിലായിരുന്നു ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ആ സമയത്തൊക്കെ എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ നമുക്ക്. അപ്പോൾ അതൊക്കെ വരച്ചിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. സ്റ്റെൻസിൽ ആർട്ട് നോർമലി വരയ്ക്കാൻ ഭയങ്കര സുഖമുള്ളൊരു ആർട്ടാണ് കേട്ടോ. വരയ്ക്കാൻ അറിയാത്തവർക്കും സുഖമായിട്ട് വരയ്ക്കാൻ പറ്റും. ഇതിൽ വരച്ചിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സാണ്. ഞാൻ കുറേയൊക്കെ മൂവി കണ്ടിട്ട്, കുറേയൊക്കെ നമ്മളിങ്ങനെ കേട്ടിട്ട് ഒക്കെ നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നുന്ന ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ ആ ക്യാരക്ടേഴ്സിനൊക്കെയാണ് ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നത്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പൈററ്റ്സ് ഓഫ് ദി കരീബിയൻ്റെ ഫാൻസ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എൻ്റെ താട്ടൻ നന്നായിട്ട് ഇംഗ്ലീഷ് മൂവീസൊക്കെ ഇരുന്ന് കാണുമായിരുന്നു. അങ്ങനെ താട്ടൻ്റെ കൂടെ ഇരുന്നിട്ടാണ് ഞാൻ ഹാരി പോട്ടറും അതേപോലെ തന്നെ ഇതൊക്കെ കണ്ടു തുടങ്ങിയിട്ടുള്ളത്. ഇത് സെലീന ഗോമസ് ആണ് കേട്ടോ. സെലീന ഗോമസിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ സെലീന ഗോമസ് ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. ഇത് നമ്മുടെ ആഞ്ചലീന ജോളി മാലഫിസൻ്റ് ആണ്. അതേപോലെ റിയാനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. റിയാനയുടെ സോങ്സൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് കേൾക്കാൻ. എല്ലാ സോങ്സും ഞാൻ കേട്ടിട്ടില്ല, എന്നാലും ചില സോങ്സിനോട് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുണ്ട്. റിയാനേൻ്റെ നമുക്കങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാരെയാണല്ലോ നമ്മൾ വരയ്ക്കുക. അപ്പോൾ ഇഷ്ടം തോന്നിയിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സ്, ഒരുപാട് പേര്, അവരുടെയൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെയൊക്കെ. ഇത് ആരാണെന്ന് നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല. ഞാൻ ഉദ്ദേശിച്ചത് ലിസിക്കീനെയാണ്. ലിസിക്കി ഒരു ഫേമസ് യൂട്യൂബറാണ്, ചൈനീസ് യൂട്യൂബറാണ്. പിന്നെ ഇതൊക്കെ എൻ്റെ കുഞ്ഞു ഡ്രസ്സിൻ്റെ ഡിസൈനുകൾ അറിയാലോ. പിന്നെ കൊറോണ സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, അന്നത്തെ മെയിൻ ഒന്ന് മണി ഹേസ്റ്റ് ആയിരുന്നു. അപ്പോൾ മണി ഹേസ്റ്റിൻ്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയമായിരുന്നു മണി ഹേസ്റ്റൊക്കെ കാണാനുള്ള ആവേശം. പിന്നെ എൻ്റെ ഡിസൈനുകൾ ക്രിസ്ത്യൻ ബ്രൈഡാണ്. ഫ്രണ്ട് ഉണ്ടാവില്ല കേട്ടോ, ഫ്രണ്ട് വരയ്ക്കാൻ ഇത്തിരി ടാസ്ക്കാണ്. പിന്നെ നമ്മുടെ അവഞ്ചേഴ്സിൻ്റെ ഹൾക്ക്. ഇത് കാണുമ്പോൾ ഇങ്ങനെ സ്റ്റെൻസിൽ ആർട്ട് വരച്ച ശീലമുള്ളവർക്ക് അറിയുന്നതാവും, ഭയങ്കര സുഖമാണ് വരയ്ക്കാൻ. ഇങ്ങനത്തെ സാധനങ്ങൾ വരയ്ക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ. മറ്റേതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഇതൊക്കെയാണ്. ഇതുപോലുള്ള ഡ്രസ്സ് ഇടാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നോർത്ത് ഇന്ത്യൻസിൻ്റെയൊക്കെ ആണല്ലോ നോർത്ത് ഇന്ത്യൻസിൻ്റെയൊക്കെ മാരേജ് എൻ്റെ അറിവിൽ ആരും ഇല്ല. അങ്ങനെ മാരേജൊക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലത്തെ ലെഹങ്കയൊക്കെ ഇടണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. പിന്നെ ഇത് ഞാൻ പണ്ടെങ്ങാണ്ട് വരച്ചൊരു ചിത്രം ഒന്ന് റീക്രിയേറ്റ് ചെയ്തതാണ്. ഒരു കൊച്ചു കുഞ്ഞിങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ ആർട്ട് വർക്ക്സ്.